ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് തന്നെ നമുക്ക് ലവേഴ്സ് കാർഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി, ഇത് ചിലപ്പോൾ നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു വ്യക്തിയാവാം. അപ്പോൾ ആ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ്, ആ ഒരു വ്യക്തി നിങ്ങൾ തമ്മിലുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും നിങ്ങളിലേക്കൊന്ന് റീകണക്റ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ്. ഇത് കുറേ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു റീകൺസിലേഷൻ എന്നൊക്കെ പറയാം. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണ്. അതുപോലെ ഈ ഒരാളിനോട് ഈ അടുത്ത സമയത്ത് ചിലപ്പോൾ ഒരു മെസ്സേജോ കോളോ ഒക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവാം. ചിലപ്പോൾ നിങ്ങളുടെ ഇമോഷൻസ് ഒക്കെ നിങ്ങൾ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ എന്തോ ഒരു മാനസാന്തരം വന്ന പോണക്ക് അവർ നിങ്ങളെ വിളിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കാനോ നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നോ ഒക്കെ അവർ തീരുമാനമെടുത്ത് വരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സമയം നിങ്ങളിലേക്ക് ദൈവാനുഗ്രഹമുള്ള ഒരു റിലേഷൻഷിപ്പ് വരുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. അതായത് ഇത് ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു സോൾ പാർട്ട്ണർ നിങ്ങളെ തിരക്കി വരുന്നതുമായിരിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാസ്റ്റിൽ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന ഒരു വ്യക്തി വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതുമാവാം. അപ്പോൾ ഇതിൽ നിങ്ങളൊരു കമ്മിറ്റ്മെൻറ്റിലേക്കൊക്കെ പോകുന്നു എന്നുള്ളതാണ്. ശരിക്കും ഒരു റീകൺസിലേഷൻ ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ നിങ്ങളോടൊപ്പം നിങ്ങൾ വേണമെന്ന് ആഗ്രഹിച്ച ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് എത്താനുള്ളൊരു സാധ്യത തന്നെയാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ജസ്റ്റിസ് കാർഡും വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിൽ പാസ്റ്റിൽ ചിലപ്പോൾ നിങ്ങളെ തള്ളിപ്പറഞ്ഞ വ്യക്തികൾ, നിങ്ങളുടെ ആ ഒരു സ്നേഹം മനസ്സിലാക്കാതെ നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തികൾ ചിലപ്പോൾ ആ ഒരു വ്യക്തിയാകാം നിങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ ഈ വ്യക്തി എന്താണ് ഈ സമയം നിങ്ങളുടെ മുന്നിൽ വന്ന് തല കുനിച്ച് നിൽക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങളുടെ പവർ എന്താണ് എന്ന് അവർ മനസ്സിലാക്കി, അല്ലെങ്കിൽ നിങ്ങളുടെ വില എന്താണ് എന്ന് അവർ മനസ്സിലാക്കി തിരിച്ചു വരുന്ന ഒരു എനർജിയാണ്. കുറേ ആൾക്കാർക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ളൊരു വ്യക്തിയായിട്ടാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ആ ഒരു വ്യക്തി നിങ്ങളെ അവഗണിച്ച് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അനുഭവിച്ച വേദനകൾക്ക് ഈ സമയം ഒരു ജസ്റ്റിസ് ലഭിക്കുന്ന എനർജിയാണ്. അപ്പോൾ ലവേഴ്സ് കാർഡും ഒക്കെ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ സോൾ കണക്ഷനുള്ളൊരു വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങിയെത്തുന്ന എനർജിയാണ് കാണാൻ കഴിയുന്നത്. ചിലപ്പോൾ അവരുടെ ഭാഗത്തു നിന്നും ഒരു കോളോ മെസ്സേജോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്നതുമാകാം. അപ്പോൾ ഇതിൽ ഇവരെ ഇനി കൂടെ കൂട്ടണോ വേണ്ടായോ എന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കുക എന്നുള്ളതാണ്. എന്തായാലും ഈ സമയം വിജയം നിങ്ങൾക്കാണെന്നുള്ളതാണ്. നിങ്ങൾ എന്ത് കാര്യത്തിനാണോ ഒരു നീതി ആഗ്രഹിച്ചത് ആ ഒരു നീതി നിങ്ങൾക്ക് ഈ ഒരു സമയം ലഭിക്കും എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 9 ഓഫ് പെന്റക്കിൾസിന്റെ ഒരു എനർജിയാണ് അടുത്തതായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ആ ഒരു കർമ്മഫലം നിങ്ങളിലേക്ക് എത്തുന്നു എന്നാണ്. ഇതിൽ നിങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു എനർജിയാണ്. പൈസയുടെ കാര്യത്തിലൊക്കെ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ആ ഒരു മാനിഫെസ്റ്റേഷൻസ് ഒക്കെ വർക്ക് ആകുന്നുണ്ട്. കാരണം നിങ്ങളുടെ ആ ഒരു എനർജി എന്ന് പറയുന്നത് ഈ ഒരു സമയം വളരെ
ഹയർ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് നിങ്ങൾക്ക് അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു എന്നാണ്. നിങ്ങളുടെ ബാധ്യതകളൊക്കെ ഒന്ന് മാറി നിങ്ങൾക്ക് വളരെ സമാധാനത്തോടു കൂടി ഇരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ചിലപ്പോൾ ഇത് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു ബിസിനസ്സിൽ നിന്നും പ്രോഫിറ്റ് കിട്ടുന്ന ഒരു എനർജിയാണ്. അങ്ങനെ ഒരു വരുമാനം നിങ്ങൾക്ക് വരുന്നതുമാവാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും പൈസ, നിങ്ങൾക്ക് ഈ ഒരു സമയം എന്താണോ അത്യാവശ്യമായിട്ടുള്ളത് ആ ഒരു അത്യാവശ്യത്തിനുള്ള പൈസ നിങ്ങളിലേക്ക് എത്തുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. മാത്രമല്ല ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ അധ്വാനിച്ച് കിട്ടിയ ആ ഒരു പൈസ കൊണ്ട് നിങ്ങൾ ഒരുപാട് പൈസ ചിലവാക്കുന്നുണ്ടാവാം നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം നേടിയെടുക്കുന്നതിന്. അങ്ങനത്തെ ഒരു എനർജിയാണ്. ചിലപ്പോൾ നല്ലൊരു ഫോൺ വാങ്ങണം എന്നൊക്കെ ഒരുപാട് നാളുകൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഈ ഒരു സമയം അതിനു വേണ്ടിയിട്ട് നിങ്ങൾ നല്ല പൈസ ചിലവാക്കുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്ന ഒരു എനർജിയാണ്. കുറച്ച് ലക്ഷറീസ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്വന്തമാക്കുന്ന ഒരു എനർജിയാണ്. മാത്രമല്ല നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പൈസ വരുന്ന ഒരു എനർജിയാണ്. അതുപോലെ ഇവിടെ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് വേൾഡ് കാർഡാണ്. അപ്പോൾ ശരിക്കും നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന, നിങ്ങൾ ആഗ്രഹിച്ച ഒരു സക്സസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു എനർജിയാണ്. ഒരു സ്പിരിച്വൽ എൻലൈറ്റ്മെന്റിലേക്കൊക്കെ നിങ്ങൾ പോകുന്ന ഒരു സമയമാണ് എന്നും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും നേടിയെടുക്കാനുള്ളൊരു ഫ്രീഡം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണിത്. ശരിക്കും നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു അഭിമാനമൊക്കെ തോന്നുന്നു എന്നുള്ളതാണ്. നിങ്ങളെക്കുറിച്ച് ഓർത്ത് അഭിമാനിക്കുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ പാസ്റ്റിലുള്ള മിസ്റ്റേക്സ് ഒക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. നിങ്ങൾക്ക് സ്വയം നിങ്ങളോട് തന്നെ ഒരു സ്നേഹമൊക്കെ തോന്നുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് സ്വയം നമ്മളോട് തന്നെ ഒരു സ്നേഹമൊക്കെ തോന്നിയെങ്കിൽ മാത്രമേ നമുക്കൊരു സക്സസ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമ്മളോട് ക്ഷമിക്കുക, സ്വയം സ്നേഹിക്കുക. ഈ ഒരു സമയം നിങ്ങൾക്കൊരു തിരിച്ചറിവൊക്കെ വരുന്ന ഒരു സമയമാണ്. അതുപോലെ ഒരു പൂർണ്ണതയിലൊക്കെ എത്തുന്ന ഒരു സമയമാണ്. കുറേ ആൾക്കാർക്ക് ഇവിടെ ഒരു ട്രാവൽ കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ട്രാവലൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരു ട്രാവൽ ചെയ്യുന്ന എനർജി ഇതിൽ കാണാൻ കഴിയുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ കഴിവുകളെല്ലാം നിങ്ങൾക്ക് ഈ ഒരു സമയം ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നുള്ള ആ ഒരു വിശ്വാസം തോന്നിത്തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇതിലൊരു പൂർണ്ണത വരുന്നുണ്ട്. നിങ്ങളുടെ ജീവിതം ഒരു ഫുൾഫിൽമെന്റിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഇതിൽ കുറേ ആൾക്കാരും നമുക്ക് തന്നിട്ടുള്ള ആ ഒരു കഴിവുകൾ നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മളെപ്പോഴും കഷ്ടതയിലേക്കാണ് ശ്രദ്ധിക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് പറ്റുന്നില്ല, എപ്പോഴും പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, അവർക്കൊന്ന് തിരിച്ചു ചിന്തിക്കാനുള്ളൊരു അവസരമുണ്ട് എന്നുള്ളതാണ് ഈ ഒരു വേൾഡ് കാർഡ് പറയുന്നത്. അപ്പോൾ മേജർ ആർക്കാനയിലെ അവസാനത്തെ കാർഡാണ് ഇത്. ഫുൾഫിൽമെൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ആ ഒരു ആത്യന്തികമായ ലക്ഷ്യം എന്താണ്, അത് ഫുൾഫിൽ ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം എന്ന് നമ്മൾ ചിന്തിക്കണം എന്നുള്ളതാണ് ഇതിനകത്ത് കാണുന്നത്. ഇതിൽ ദൈവം പലതരത്തിലുള്ള അനുഗ്രഹങ്ങൾ, ഗിഫ്റ്റുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ചില ആൾക്കാർക്ക് കലാപരമായ കഴിവുകളാവാം, ചിലർക്ക് ചിത്രം വരയ്ക്കുന്നത്, ചിലർക്ക് ഡാൻസ് ചെയ്യുന്നതാകാം, അഭിനയിക്കുന്നതാവാം, അല്ലെങ്കിൽ പാട്ടുപാടുന്നത്, അല്ലെങ്കിൽ ഫാഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഏകദേശം ആൾക്കാർക്കും ദൈവം ഒരുപാട് കഴിവുകൾ തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ നമ്മളത് പലപ്പോഴും തിരിച്ചറിയുന്നില്ല. നമുക്ക് എന്ത് കഴിവാണ് ഉള്ളതെന്ന് തിരിച്ചറിയുന്നില്ല. അപ്പോൾ നന്നായിട്ട് പാടാൻ അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനെ ഒന്ന് മാർക്കറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതം ഒരു പൂർണ്ണതയിലെത്തി എന്നൊക്കെയുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് തോന്നുമെന്നുള്ളതാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ 4 ഓഫ് വാൻസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന ഒരു എനർജിയാണ്. ഇതിൽ ചിലപ്പോൾ നിങ്ങൾ കാണണമെന്ന് ആഗ്രഹിച്ച നിങ്ങളുടെ അടുത്ത ആളുകളെ നിങ്ങൾ കണ്ടുമുട്ടുന്നുണ്ടാകാം. അങ്ങനത്തെ ഒരു എനർജിയും ഉണ്ട്. ചില ആഘോഷങ്ങളിൽ വെച്ച് നിങ്ങൾ അവരെ കണ്ടുമുട്ടുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്.
അപ്പോൾ ഈ സമയം കുറേ ആൾക്കാർക്ക് നിങ്ങളുടെ ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സന്തോഷങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ളൊരു അവസരം ഉണ്ടെന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ചിലപ്പോൾ അതൊരു വിവാഹമാകാം, അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ആഘോഷങ്ങളിൽ ഒരു ഹൗസ് വാമിങ്ങോ അല്ലെങ്കിൽ ഒരു എൻഗേജ്മെൻറ്റോ ഒരു നെയിമിംഗ് സെറമണിയോ അല്ലെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും ആഘോഷങ്ങളിൽ നിങ്ങൾ പങ്കെടുത്ത് സന്തോഷം പങ്കിടുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 6 ഓഫ് വാൺസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ സക്സസ് ആണ്. ഹാർഡ് വർക്ക് ചെയ്ത് കിട്ടിയ ആ ഒരു സക്സസ് ഈ സമയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. നിങ്ങൾക്കതിൽ വളരെ അഭിമാനമുണ്ട്. കാരണം ഒരുപാട് പ്രതിസന്ധികളൊക്കെ കടന്ന് ഒരുപാട് വിഷമങ്ങളൊക്കെ മറികടന്ന് നമ്മളൊരു സക്സസ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെയാണ്. മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ തലയുയർത്തി നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. മാത്രമല്ല നമുക്ക് നമ്മളെക്കുറിച്ച് ആലോചിച്ച് തന്നെ അഭിമാനമുണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾ വിശ്വസിക്കുക. മറ്റുള്ളവരും നിങ്ങളുടെ കഴിവുകളിൽ ഈ സമയം വിശ്വസിക്കും എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ജീവിതം ലീഡ് ചെയ്യാൻ ഞാൻ മതിയെന്നുള്ള ആ ഒരു തോന്നൽ ഈ സമയം നിങ്ങൾക്ക് ഉണ്ടാകും. ഇപ്പോൾ നിങ്ങളെപ്പോഴും മറ്റാരുടെയെങ്കിലും സഹായം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റാരെങ്കിലും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല, നിങ്ങൾക്ക് തന്നെ ഒരു പുതിയ പ്രതീക്ഷയോടുകൂടി നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ മറ്റുള്ളവർ അംഗീകരിക്കുന്ന തരത്തിൽ ഒരു വലിയ വിജയം നിങ്ങളെ തേടിയെത്തുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. ഒരു പബ്ലിക് റെക്കഗ്നേഷനൊക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ പ്രമോഷനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക്, അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകൾക്ക് പ്രമോഷൻ കിട്ടുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. മാത്രമല്ല സ്കോളർഷിപ്പൊക്കെ കിട്ടുന്ന ഒരു എനർജിയും ഇതിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു വിജയം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോവുകയാണ്. ആളുകളുടെ അംഗീകാരം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു എന്ന് പറയാം. നിങ്ങൾ ഒരുപാട് നാൾ ആഗ്രഹിച്ച ആ ഒരു കാര്യത്തിലേക്കായിരിക്കാം ഈ ഒരു സമയം നിങ്ങൾ എത്തിപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾക്ക് നിങ്ങൾക്കൊരു റെക്കഗ്നേഷനൊക്കെ കിട്ടാൻ പോകുന്ന ഒരു സമയമാണ്. നിങ്ങൾ തിരിച്ചറിയാൻ പോകുന്നു എന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങളുടെ ആ ഒരു വിക്ടറിയിലേക്ക് കടന്നു പോകാൻ നിങ്ങൾ തയ്യാറാകുന്നു എന്നുള്ളതാണ്. ഒരു ഗുഡ് ന്യൂസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് നല്ല രീതിയിൽ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നും കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 4 ഓഫ് വാൺസിൻ്റെ എനർജി ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു വിജയം നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സും ഒക്കെ ആയിട്ട് ആഘോഷിക്കുന്നതുമാവാം. പിന്നെ ഇവിടെ 7 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. ഇതിൽ ചില ആൾക്കാർക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. കുറേ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവാം. ഇതിൽ തെറ്റേത് ശരിയേത്, ഇതിൽ ഞാൻ എന്താണ് ചൂസ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുന്ന ഒരു എനർജി ഉണ്ട്. അതുപോലെ തന്നെ ഇതിൽ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും നിങ്ങൾ ആലോചിച്ചിട്ട് മാത്രം ഒരു തീരുമാനമെടുക്കാൻ ശ്രമിക്കുക എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ചോയ്സ് ഉള്ള ഒരു സമയമാണ്. ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യേണ്ടി വരുന്ന ഒരു സമയമാണ്. നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ആലോചിച്ച് മാറ്റിവെക്കുന്നതിന് പകരം പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കുക. ഇപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള ഏത് കാര്യത്തിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്ന് ചിന്തിച്ച് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്തെങ്കിലും അഡിക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പൂർണ്ണമായും അതിൽ നിന്ന് ഒഴിവായി പോകാൻ നിങ്ങൾ ശ്രമിക്കുക എന്നൊരു മെസ്സേജ് കൂടി നിങ്ങൾക്ക് നൽകുന്നുണ്ട്. റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മൊബൈൽ അഡിക്ഷൻ ആയിരിക്കാം. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള അഡിക്ഷൻ ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റിക്കളയാൻ നിങ്ങൾ ശ്രമിക്കുക എന്നാണ്. പിന്നെ ഇവിടെ ഏസ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഇമോഷണൽ എക്സ്പീരിയൻസ്, ഇപ്പോൾ ഒരു പ്രണയത്തിൻ്റെ ഓഫറൊക്കെ നിങ്ങൾക്ക് വരാനുള്ളൊരു സമയമാണ്. അത്തരത്തിലൊരു ഇമോഷണൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ചില വ്യക്തികളോട് വല്ലാത്തൊരു അടുപ്പമൊക്കെ തോന്നാം. മാത്രമല്ല ഇപ്പോൾ ഒരു വ്യക്തിയുമായിട്ട് ഒരു ഡീപ്പ് ഫ്രണ്ട്ഷിപ്പൊക്കെ തോന്നാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. ഇതിൽ ഒരു സ്പിരിച്വൽ ഇൻസൈറ്റ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതായത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി
മുൻകൂട്ടി മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ പണ്ട് വിചാരിച്ച കാര്യങ്ങൾ ഇപ്പോൾ അത് കറക്റ്റ് ആണല്ലോ സംഭവിച്ചത്, അല്ലെങ്കിൽ ഞാൻ അന്ന് വിചാരിച്ച കാര്യം സത്യമായി തീർന്നു എന്നൊക്കെ ഒരു തോന്നൽ വന്നേക്കാമെന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ ഒരു പ്രണയ അഭ്യർത്ഥന കിട്ടുന്ന ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. അത്തരത്തിലൊരു എനർജിയും ഉണ്ട്. അല്ലെങ്കിൽ ഒരു വീട് നിങ്ങൾ സ്വന്തമാക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഒരുപാട് കാലത്തെ ആ ഒരു സ്വപ്നം അത് സാക്ഷാത്കരിക്കുന്ന ഒരു സമയമാണ് എന്നും കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ ഒരു പുതിയ വീട്ടിലേക്ക് നിങ്ങൾ താമസം മാറുന്ന ഒരു എനർജി ഉണ്ട്. അതുപോലെ ഇതിലൊരു ലവ് ഓഫർ നിങ്ങളിലേക്ക് വരാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ വളരെയധികം സന്തോഷത്തിലാണ് എന്നാണ്. പിന്നെ ഇവിടെ 3 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ സൃഷ്ടികൾക്ക് രൂപം കൊടുക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ നിങ്ങൾ പുതിയ ചില സംരംഭങ്ങളൊക്കെ തുടങ്ങി വയ്ക്കാൻ ആഗ്രഹിക്കുന്നതായും കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ടുള്ള ചില എനർജീസ് ഉണ്ടായിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സഹായം ഒന്നും തന്നെ ഇല്ലാതെ നിങ്ങളുടേതായ ക്രിയേറ്റീവ് കഴിവ് ഉപയോഗിച്ച് പുതിയൊരു കാര്യത്തിന് തുടക്കം കുറിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. നിങ്ങൾ പുതിയ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു തുടങ്ങുന്ന ഒരു എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ബുദ്ധിപരമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഇവിടെ സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വളരെ ഉത്സാഹത്തോടെ അത്തരം ജോലികളിൽ പങ്കെടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്കതിന് സാധിക്കും എന്ന് തന്നെയാണ്. മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൂടി നല്ല കാര്യങ്ങൾ ഈ സമയം ചെയ്തു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് മറ്റുള്ളവർ അഭിനന്ദിക്കും എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇത്രയും കഴിവുണ്ട് എന്ന് മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു എനർജിയും ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു എനർജിയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു ഹാർഡ് വർക്കിന് ഒരു പ്രതിഫലം നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ട് ഇവിടെ ഇരിക്കാൻ ശ്രമിക്കുക. പിന്നെ ഇവിടെ 2 ഓഫ് വാൻസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഒരു എനർജിയാണ്. കുറേ ആളുകളും ചിലപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നേക്കാം. അത് നിങ്ങളുടെ തന്നെ ചിലപ്പോൾ ജീവിത പങ്കാളിയായിട്ട് വരാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ്സിൽ ഒരു പങ്കാളി വന്നേക്കാം. എന്തായാലും പ്രോഗ്രസ് ആണ്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ഒരു മാറ്റം തീർച്ചയായിട്ടും വരുന്നുണ്ട്. നിങ്ങളിപ്പോൾ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ കുറച്ചുകൂടി ഒരു പ്രോഗ്രസ് വരുന്നു എന്നുള്ളതാണ്. അതുപോലെ ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ കുറച്ചെങ്കിലും ഒന്ന് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുന്നതിനുള്ള ഒരു പ്ലാനിങ്ങിലാണ് ചില വ്യക്തികൾ എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ ഈഗോയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഒരു ഇല്യൂഷൻ വേൾഡിലൊക്കെ ട്രാപ്ഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാർ അത് പൂർണ്ണമായും വിട്ടുകളയണം എന്നാണ്. ആവശ്യമില്ലാത്ത ഈഗോ കൊണ്ട് നടക്കുന്ന ആളുകൾ, ചില ആവശ്യമില്ലാത്ത ചിന്തകൾ കൊണ്ട് നടക്കുന്ന ആളുകൾ അത് വേണ്ടാന്ന് വെക്കുക എന്നൊരു മെസ്സേജാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. അതുപോലെ ആവശ്യമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയണം എന്നാണ്. ഇപ്പോൾ നിങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ സന്തോഷങ്ങൾ ഇല്ലാതാക്കുന്നത് എന്താണോ, ഇപ്പോൾ നിങ്ങളുടെ തന്നെ എന്തെങ്കിലും ഹാബിറ്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അഡിക്ഷൻസ് ആയിരിക്കാം. അത് ചിലപ്പോൾ റിലേഷൻഷിപ്പിലുള്ള ഏതെങ്കിലും ഒരു കാര്യമാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളാവാം. അപ്പോൾ ഇതൊക്കെ ശരിക്കും നമ്മുടെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ആലോചിച്ച് അതിലൊരു തീരുമാനം എടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ ഒരു കാര്യമാണ് എൻ്റെ ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി അത് കട്ട് ചെയ്ത് കളയുക. ചിലപ്പോൾ മദ്യപാനമൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഹാബിറ്റ് ആയിരിക്കാം. അപ്പോൾ നിങ്ങളുടെ ഹാപ്പിനെസ് എന്താണോ അത് നിങ്ങളിവിടെ തീർച്ചയായിട്ടും കണ്ടെത്താൻ ശ്രമിക്കുക. നിങ്ങളെ പുറകോട്ട് വലിക്കുന്ന മറ്റെന്ത് കാര്യമാണെങ്കിലും അത് കട്ട് ചെയ്ത് കളയാൻ നിങ്ങൾ ശ്രമിക്കുക എന്നൊരു മെസ്സേജാണ്. അപ്പോൾ തീർച്ചയായിട്ടും എന്താണോ നിങ്ങളുടെ ഹാപ്പിനെസ് അത് തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അതിലേക്ക് നിങ്ങൾ ശ്രദ്ധ തിരിക്കേണ്ടതുണ്ട് എന്നൊരു മെസ്സേജാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. പിന്നെ ഇവിടെ 10 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്.
അതായത് ഇതിൽ ഈ ഒരു സമയം നിങ്ങൾ ഫിനാൻഷ്യലി സെക്യൂർഡ് ആണെന്നുള്ളൊരു തോന്നലൊക്കെ വരും. അതായത് അങ്ങനെ തോന്നൽ വരാനുള്ള സാഹചര്യങ്ങൾ ഈ സമയം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ്. ഇത് നിങ്ങളൊരു പുതിയ പ്രോജക്റ്റിനെ പറ്റിയൊക്കെ ആലോചിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ നിന്ന് നിങ്ങൾക്കൊരു ലാഭം കിട്ടുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ്. അതുപോലെ ഇത് ചിലപ്പോൾ നിങ്ങളുടെ കുടുംബ സ്വത്ത് അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതുമാവാം. അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ കോടതിയിൽ അങ്ങനെ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ആ ഒരു വസ്തുവകകളൊക്കെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതുമാവാം. അപ്പോൾ ഇവിടെ ജസ്റ്റിസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അർഹിക്കുന്ന ഒരു നീതി നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്, അത് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഫിനാൻഷ്യലി ഈ സമയം നിങ്ങൾ സെക്യൂർഡ് ആയിരിക്കുന്ന ഒരു എനർജിയാണ് കാണാൻ കഴിയുന്നത്. ഇതിൽ റിട്ടയർമെൻ്റ് ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ ശരിക്കും എൻജോയ് ചെയ്യണമെന്നൊക്കെ പ്ലാൻ ചെയ്യുന്ന ഒരു എനർജി ഉണ്ട്. അത്തരം ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട്. കുറേ നാൾ കഷ്ടപ്പെട്ട് ഇനി ഒന്ന് പീസ്ഫുള്ളായിട്ട് ഇരിക്കാം, അല്ലെങ്കിൽ യാത്രകളൊക്കെ ഒന്ന് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന അറിവുകൾ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് കൂടി ഒന്ന് പകർന്നു കൊടുക്കേണ്ടതാണ് എന്നൊരു മെസ്സേജ് കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ കുടുംബത്തിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു സമയം കൂടിയാണ്. അതായത് ഇപ്പോൾ നിങ്ങളുടെ കുട്ടികളുടെയും അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള മറ്റംഗങ്ങളുടെയും ഒക്കെ കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു എനർജി ഉണ്ട്. അവരെ കൂടുതൽ കെയർ ചെയ്യുന്ന ഒരു എനർജിയാണ് ഈ ഒരു സമയം കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ ജസ്റ്റിസ് വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ ഒരുപാട് കാത്തിരുന്ന ആ ഒരു കാര്യത്തിന് ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായി ഒരു വിധി വരുന്നു എന്നാണ്. നിങ്ങളുടെ മനസ്സിന് സന്തോഷവും സമാധാനവും ഒക്കെ തരുന്ന ഒരു വിധിയാണ് നിങ്ങളിലേക്ക് എത്തുന്നത് എന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ അനുഭവിച്ച പല കാര്യങ്ങൾക്കും ഒരു ജസ്റ്റിസ് ഉണ്ടാകുന്നു എന്നാണ്. ഇതിൽ നിങ്ങളുടെ കർമ്മഫലം ഈ ഒരു സമയം നിങ്ങൾക്ക് കൃത്യമായിട്ടും അനുഭവിക്കാൻ പറ്റുന്നു എന്നാണ്. നിങ്ങൾക്ക് സന്തോഷമുള്ള ആ ഒരു കാര്യം, അത് മറ്റുള്ളവരോട് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന ഒരു കാര്യം, അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. നിങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി എന്തോ ഒരു കാര്യം അനൗൺസ് ചെയ്യുന്നുണ്ട്. ഇത് ചിലപ്പോൾ പൈസയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യമായിരിക്കാം. അപ്പോൾ നിങ്ങൾ വളരെയധികം അബൻഡൻ്റ് ആയിട്ടിരിക്കാൻ ഒരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും ഒരു സഹായം കിട്ടുന്നുണ്ടാവാം. അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും വ്യക്തികൾ എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ കൊണ്ട് നിങ്ങളുടെ അടുക്കൽ നിന്നും മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അവർ ആ ഒരു തെറ്റിദ്ധാരണകളൊക്കെ മനസ്സിലാക്കി അല്ലെങ്കിൽ അതിലെ സത്യം മനസ്സിലാക്കി നിങ്ങളിലേക്ക് വരുന്നതുമാവാം. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്താണോ ഏത് കാര്യത്തിലാണോ ഒരു നീതി വേണം എന്ന് ആഗ്രഹിച്ചത് ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ ഏസ് ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് വലിയൊരു ഓഫർ വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ശരിക്കും ബോൾഡായിട്ടിരിക്കുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത്. നിങ്ങളുടെ ധൈര്യം നിങ്ങൾ വീണ്ടെടുത്ത് പല കാര്യങ്ങളും ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഇരിക്കുന്ന ഒരു എനർജിയാണ്. പിന്നെ ഈ സമയം നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ട ഒരു സമയമാണെന്നുള്ളതാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ സമയം നിങ്ങൾക്കത് ചെയ്യാൻ തോന്നുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ കുറച്ചു കാലം കൊണ്ട് മാറ്റിവെച്ച ഒരു കാര്യമായിരിക്കും ഇത്. ഈ സമയം ചെയ്യാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. അത് ചെയ്ത് പൂർത്തിയാക്കണം എന്ന് നിങ്ങൾ ചിന്തിച്ച് അതിൽ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.